ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ബട്ടൂരയും കടല. ആദ്യം നമുക്ക് ബട്ടൂര തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും 2 സ്പൂൺ റവപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ തൈരും കുറച്ച് സോഡാപ്പൊടിയും കുറച്ച് ഓയിലും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഞാനിവിടെ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അരമണിക്കൂർ മൂടി വെക്കാം. കുക്കറിൽ ഞാനിവിടെ ഒരു 4 വിസിലടിപ്പിക്കുന്നുണ്ട്. കടല ഞാനവിടെ വിസിലടുപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ചട്ടിയിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാനതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഗ്രാമ്പുവും 1 ബേ ലീവ്സും 1 കറുവപ്പട്ടയും ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കിയെടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ചെറുതായൊന്ന് മസാലയുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം അതിലേക്ക് 1 തക്കാളി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം. നമുക്കിനി ബട്ടൂര തയ്യാറാക്കാം. അതിനെ ഞാനിവിടെ ചീനച്ചട്ടിയിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ശേഷം നമുക്കിനി ഇത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ബട്ടൂരയും കടലക്കറിയുടെ റെഡിയായി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.